ഞാൻ കഴിഞ്ഞ ദിവസം ഫിജി എന്ന് പറഞ്ഞൊരു രാജ്യത്തായിരുന്നു. ഫിജി എന്ന് പറയുന്നത് ഓസ്ട്രേലിയക്കും ന്യൂസിലൻഡിനും ഒക്കെ മേളിലുള്ള ഒരു ദ്വീപ് രാഷ്ട്രമാണ്. ചെറിയ രാഷ്ട്രമാണ്. അവിടെ ഏകദേശം 40% വരുന്ന ആളുകൾ ഇന്ത്യൻ വംശജരായിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ 3ാം തലമുറ 4ാം തലമുറയൊക്കെയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ അവിടെ ഒരു ടാക്സിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടുത്തെ ടാക്സി ഡ്രൈവറോട് എന്നോട് ചോദിച്ചു, നീ എവിടെ നിന്നാ? ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയിൽ എവിടെയാണ്? കേരളത്തിൽ നിന്ന്. കേരളമാണോ? അതിനോ ലൈക്ക് ഇവിടുന്ന് കുറേ ആൾക്കാർ അവിടേക്ക് ട്രീറ്റ്മെൻറ്റിന് പോകാറുണ്ട്. എനിക്കങ്ങോട്ട് സന്തോഷമായില്ലേ അത് കേട്ടപ്പോൾ. ഞാൻ പറഞ്ഞു, കേരളത്തിൽ നിന്ന് ഇവിടെ നിന്ന് മാത്രമല്ല, അങ്ങ് ഗൾഫിൽ നിന്നും മാൽഡീവ്സിൽ നിന്നും അങ്ങനെ ഇഷ്ടംപോലെ രാജ്യത്തു നിന്ന് കേരളത്തിൽ നിന്ന് ട്രീറ്റ്മെൻറ്റിൽ ആൾക്കാർ വരാറുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് അത്ര മികച്ചതാണ്. അത് ആ ആളുടെ സംസാരം ഞാൻ വെറുതെ തള്ളുന്നതല്ല, എൻ്റെ വീഡിയോയിലുണ്ട്, കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഞാൻ തള്ളുന്നത് പക്ഷേ ഇറ്റ്സ് ട്രൂത്ത്. അപ്പോൾ നമ്മുടെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് നമ്പർ 1 ആണ് എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ വയ്യാന്നുണ്ടെങ്കിലും ലോകത്തിൽ പല രാജ്യങ്ങളിലും ഉള്ള ആൾക്കാർ അംഗീകരിച്ചിട്ടുള്ളതും. എനിക്ക് പേഴ്സണലി ഞാൻ ഇന്ത്യ മൊത്തം 8 മാസത്തോളം യാത്ര ചെയ്തിട്ടുള്ളതിൽ എനിക്ക് 3-4 സംസ്ഥാനങ്ങളിൽ ആശുപത്രിയിൽ പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഞാൻ ഫാമിലിയായിട്ടാണ് പോയതൊക്കെ. ആ സമയത്തൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ സ്വന്തം നാട് തന്നെയാണ് ഏറ്റവും നല്ലതെന്നുള്ളത്. ഞാൻ യൂറോപ്പിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല രീതിയിലുള്ളൊരു കഫക്കെട്ടുണ്ടായിട്ട് ആശുപത്രിയിൽ പോയിട്ട് അവർ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം നീ ടൂറിസ്റ്റ് അല്ലേ, നമുക്കിവിടെ ഒരു ചെറിയ തുമ്മലാണെങ്കിൽ നമുക്ക് ആശുപത്രി പോയി മരുന്ന് തരുമല്ലോ. അവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, വെറുതെ തരില്ല. അപ്പോൾ വെറുതെ മരുന്ന് തരില്ല എന്നല്ല, അവർ ചുമ്മാ ട്രീറ്റ് ചെയ്യില്ല, ഡോക്ടറെ കാണാൻ പോലും സമ്മതിക്കില്ല. നീ ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങിച്ച് കഴിച്ചു. എനിക്ക് കഫക്കെട്ട് കൂടി എനിക്ക് പനിയായിട്ട് 4 ദിവസമായിട്ട് ഞാൻ കിടന്നിട്ട് എനിക്കൊരു മാറ്റവും ഇല്ല. ഞാൻ എന്നിട്ട് ഫ്ലൈറ്റിൽ കയറി നാട്ടിൽ വന്നിട്ട് ഇവിടെ വന്ന് ആശുപത്രിയിൽ മരുന്നെടുത്ത് 3 ആഴ്ച റെസ്റ്റ് എടുത്തിട്ടാണ് തിരിച്ചു പോയത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് കേരളത്തിലെ ഹെൽത്ത് ആരോഗ്യ മേഖല എന്ന് പറയുന്നതും നമ്മുടെ ഡോക്ടർമാരും നമ്മുടെ നഴ്സുമാരും നമ്മുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സ് എല്ലാവരും ബെസ്റ്റ് ഇൻ ക്ലാസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു കേരളത്തിൻ്റെ ബിഗസ്റ്റ് അച്ചീവ്മെൻറ്റും അതേപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ വീക്ക്നെസ്സും എന്താണ്? ഹെൽത്ത് സെക്ടറിൻ്റെ ഹെൽത്ത് സെക്ടറിൽ കാരണം നമ്പർ 1 ആണെന്ന് പറയുന്നത് അത് തന്നെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് ആ ഒരു അച്ചീവ്മെൻറ്റ് നേടാൻ സാധിച്ചതിൽ ഇവിടുത്തെ എല്ലാവർക്കും അതിൻ്റെ ഒരു പങ്കുണ്ടല്ലോ. അപ്പോൾ അതിനകത്തെ ഏറ്റവും വലിയ ഒരു സ്ട്രെങ്ത് എന്താണ്? അവിടുത്തെ ഏറ്റവും വലിയ വീക്ക്നെസ്സും എന്താണ്? സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഞാൻ 3 ഇതിൽ പറയട്ടെ. ഒന്നാമത്തേത് ട്രീറ്റ്മെൻറ്റിൻ്റെ ആക്സസിബിലിറ്റിയാണ്. എന്ന് വെച്ചാൽ 2 രീതിയിലാണ്. ഇപ്പോൾ പറഞ്ഞില്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു ഡോക്ടർക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ ആദ്യം നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അതിന് ശേഷം നിൽക്കാൻ പറ്റുമോ, എന്നാൽ ഓക്കെയാണ്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് പറയും. പക്ഷേ ചിലപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും, അതും ഡയഗ്നോസിസ് സ്കാനിങ്ങിനൊക്കെ. പക്ഷേ ഇവിടെ അങ്ങനെ അല്ല. പറഞ്ഞതുപോലെ നമുക്കിവിടെ തൊട്ടടുത്ത് നമ്മുടെ ഹെൽത്ത് സെൻ്റർ ഉണ്ട്, ഗവൺമെൻറ് സെക്ടറിലാണെങ്കിൽ. ഇനി ആക്സസിബിലിറ്റി എങ്ങനെയാണ് ഉറപ്പാക്കുക? ആക്സസിബിലിറ്റി സെൻറ്റേഴ്സ്, അങ്ങനെയുള്ള ഫെസിലിറ്റി സെൻറ്റേഴ്സ് കൂടുതൽ ആയിട്ട് നമ്മുടെ വീടിന് തൊട്ടടുത്ത്, അല്ലെങ്കിൽ നമുക്കൊരു ഇത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താൽ മിനിമം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എത്താൻ കഴിയും. ഇത് എസെൻഷ്യലായിട്ട് ഇപ്പോൾ കാർഡിയാക് അറസ്റ്റ്, ട്രോമ, ഇങ്ങനെയുള്ള എമർജൻസി സർവീസുകളിൽ നമുക്കിത് ഒരുക്കാനായിട്ട് കേരളത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ? അതാണോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി? അത് നമ്മുടെ വീട്ടിലെ പഞ്ചായത്തിൽ ഒരു ആരോഗ്യ കേന്ദ്രം ഉണ്ടാകും. ആ ആരോഗ്യ കേന്ദ്രത്തെ നമ്മൾ ഫാമിലി ഹെൽത്ത് സെൻ്റർ ആക്കി മാറ്റി. എന്ന് വെച്ചാൽ അവിടെ നമ്മളൊരു 3 ഡോക്ടേഴ്സ് മിനിമം ഉണ്ടാകണം എന്നുള്ളതാണ്. അവിടെ ലാബ് സൗകര്യം ഒരുക്കി. അപ്പോൾ നമുക്ക് പോയി ഒരു പ്രൈവറ്റ് ലാബിൽ പോയി പരിശോധിക്കണ്ട. ഇവിടെ പോയി നമ്മൾ പരിശോധിച്ചാൽ എല്ലാ ടെസ്റ്റും അവിടെ നടത്താൻ പറ്റില്ല. പക്ഷേ അവിടെ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ അവരവിടുന്ന് സാമ്പിൾ എടുത്തിട്ട് അവിടെ ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഉയർന്ന ലാബിൽ അയച്ചിട്ട് റിസൾട്ട് നമ്മുടെ ഫോണിൽ കിട്ടും. അതിന് നമ്മളൊരു ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ ഡെവലപ്പ് ചെയ്തു. താലൂക്ക് ഹോസ്പിറ്റൽ മുതൽ ഡയാലിസിസ്, ഇപ്പോൾ കോഴഞ്ചേരി ഹോസ്പിറ്റലൊക്കെ നമ്മളിപ്പോൾ ഡയാലിസിസ് സൗകര്യങ്ങളുണ്ട്. അവിടെ കണ്ണിന് ഡെഡിക്കേറ്റഡ് ആയി യൂണിറ്റുകളുണ്ട്. ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ കാർഡിയോളജി ഉണ്ട്, കാത്ത് ലാബുണ്ട്. 8,000-ഓളം ഇൻ്റർവെൻഷൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. പണ്ട് നമ്മളൊക്കെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ആണ് പോയിക്കൊണ്ടിരുന്നത്, അല്ലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ പോയിക്കൊണ്ടിരുന്നത്. ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉള്ള പ്രദേശമാണല്ലോ, പ്രൈവറ്റ് ഹോസ്പിറ്റൽസാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഫെസിലിറ്റീസ് നമ്മുടെ തൊട്ടടുത്ത് ക്രമീകരിക്കുന്നു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി, അതിന് മുകളിൽ താലൂക്ക് തലം മുതൽ സ്പെഷ്യാലിറ്റി സർവീസസ്. ഇപ്പോൾ 12 ഹോസ്പിറ്റൽസിലാണ് നേരത്തെ ഡയാലിസിസ് ഉണ്ടായിരുന്നത്, ഇന്നത് 125 ഹോസ്പിറ്റൽസിലായി കേരളമാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ 3000 പേഷ്യൻസ് കേരളത്തിൻ്റെ സർക്കാർ ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ട് ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരാൾക്ക് ചിലവാകുന്ന പണം നോക്കിയാൽ 3000 ഗുണം മിനിമം 1500, എത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഒരു ദിവസം. അതുപോലെ കാർഡിയോളജിക്കൽ ഇൻ്റർവെൻഷൻസ് 200 ആൻജിയോപ്ലാസ്റ്റി ഒരു ദിവസം സർക്കാർ ആശുപത്രിയിൽ നടക്കുന്നു. അതുപോലെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ കാർട്ടിസെൽ തെറാപ്പി എന്നൊക്കെ പറഞ്ഞ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്
മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ, ഇതൊക്കെ ലക്ഷക്കണക്കിന് രൂപ വരുന്നതാണ്. ഇതൊക്കെ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ നമുക്ക് സാധ്യമായിട്ടുണ്ട്. അത് ഒരു കാര്യം. ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് താഴെ ഒരു കാര്യം കൂടി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് പണ്ടൊക്കെ ഓർക്കുന്നു, കോഴഞ്ചേരി ഹോസ്പിറ്റലാണ് നമ്മൾ നേരിട്ട് പോവുക, അത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. പക്ഷേ ഇപ്പോൾ നമുക്ക് നഗര ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. ഒരു ചെറിയ ആരോഗ്യ കേന്ദ്രം, അവിടെ പോയാൽ നമുക്ക് ഡോക്ടറുണ്ടോ? ഡോക്ടർ മുനിസിപ്പാലിറ്റീസിലും കോർപ്പറേഷൻസിലും ഡോക്ടേഴ്സ് ഉണ്ട്. രാത്രി ഒരു 8 മണി വരെയൊക്കെ ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇത് കഴിഞ്ഞിട്ടും പോകാം. അല്ലാതെ നമുക്ക് ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ നഴ്സസും MLSPയും JPHനും JHIയും ആശമാരും ഒക്കെയുണ്ട്. അപ്പോൾ ഇത് ഫെസിലിറ്റി അറേഞ്ച് ചെയ്തു. 2, ആ ചികിത്സയിൽ ഒരു കാര്യം കൂടി, പണമില്ല എന്ന് വിചാരിക്കുക, ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം അല്ലെങ്കിൽ ഒരു സർജറി ചെയ്യണം, നമുക്കിപ്പോൾ സംവിധാനമുണ്ട്. അത് ഇപ്പോൾ 42 ലക്ഷം കുടുംബങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചികിത്സ, ഒരു വർഷം 5 ലക്ഷം രൂപ വീതം യൂണിവേഴ്സലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. എല്ലാവർക്കും ട്രീറ്റ്മെൻറ്റ്. അതിപ്പോൾ അതാണ് ഗവൺമെൻറ് ബാക്കി ആലോചിക്കുന്നത്. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ് നമ്മുടെ നേട്ടം എന്നുള്ളതിൻ്റെ, അപ്പോൾ ചികിത്സ പ്രാപ്യമാക്കി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഒരു പബ്ലിക് ഹെൽത്ത് സംവിധാനം, അതിന് വലിയ പഴക്കമുണ്ട്, പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. നമ്മൾ ഇവോൾവ് ചെയ്ത് വന്നൊരു സിസ്റ്റമാണ്. ഇപ്പോൾ എപ്പോഴും കേരളത്തെക്കുറിച്ച് കേൾക്കുന്നുണ്ട് നിപ്പ, വരുന്നുണ്ട്. താങ്കളുടെ കാലത്ത് കൂടുതലായിട്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ അമീബിക് മെനിഞ്ചോഎൻകെഫലൈറ്റിസ്, അപ്പോൾ നമ്മൾ ലിറ്ററേച്ചർ പറയുന്നത് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ അമീബയുണ്ട്, അതൊക്കെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ, വേറെങ്ങുമില്ല. എന്തുകൊണ്ട് എന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, വൈ ആൻഡ് വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ്, ഇതാണല്ലോ ചോദ്യം. അപ്പോൾ ഒന്ന്, നമ്മുടെ സംവിധാനം അത്ര എഫിഷ്യൻ്റാണ്. ഇപ്പോൾ അതിന് കാരണം, ഇപ്പോൾ അമീബിക് മെനിഞ്ചോഎൻകെഫലൈറ്റിസ് എന്ന് പറഞ്ഞത് ബ്രെയിൻ ഈറ്റിംഗ് അമീബയാണ്, എല്ലായിടത്തും ഉണ്ട്. ലോകത്ത് പലതരത്തിലുള്ള അമീബ ഉണ്ട്. ഒന്ന് നെഗ്ലേറിയ ഫൗളറി എന്ന് പറയുന്നത് 99% മോർട്ടാലിറ്റി. 100 പേർക്ക് രോഗം ബാധിച്ചാൽ 99 പേരും മരിച്ചു പോകും. അക്കാന്ത് അമീബയാണെങ്കിൽ 100 പേർക്ക് രോഗം ബാധിച്ചാൽ 70 പേരും മരിച്ചു പോകും, 30 പേര് മാത്രമേ ജീവിക്കുള്ളൂ. പക്ഷേ 2020 മുതൽ നമുക്കൊരു നിപ്പ ഔട്ട് ബ്രേക്ക് ഉണ്ടായി കോഴിക്കോട്. നിപ്പ ഔട്ട് ബ്രേക്കിൽ ലോകത്ത് മരണം 70% മുകളിലാണ്. പക്ഷേ 2023 നമുക്കത് 33% കുറയ്ക്കാൻ പറ്റും. എന്നുവെച്ചാൽ നമ്മൾ തന്നെ കണ്ടുപിടിച്ചു. എന്നുവെച്ചാൽ അനുഭവത്തിലൂടെ ഡോക്ടേഴ്സ് വൈറൽ ഇതിനുള്ള മരുന്നുകൾ കൊടുക്കുന്നു, റെംഡെസിവിർ കൊടുക്കുന്നു, പ്രിവെൻറ്റീവായിട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ തന്നെ പരിശോധനാ സംവിധാനങ്ങളും ഇത് ചെയ്തു. അപ്പോൾ അന്ന് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്തു, ഈ മസ്തിഷ്ക ജ്വരം ഉണ്ടാകുമ്പോൾ ഇതെന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഈ രോഗം കണ്ടുപിടിക്കപ്പെടാതെ പോകത്തില്ല. അങ്ങനെയാണ് ആദ്യം ഡോക്ടേഴ്സ് മസ്തിഷ്ക ജ്വരം ഉണ്ടായാൽ എന്താണ് വൈറൽ പാനൽ മുഴുവൻ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആയാൽ അവർ അടുത്തത് നോക്കും, അമീബയാണോ. അങ്ങനെ നോക്കുമ്പോഴാണ് ഈ കേസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ 99% മോർട്ടാലിറ്റി മരണമുള്ള ഒരു രോഗത്തെ കേരളത്തിൽ മരണനിരക്ക് 24% മാത്രമാണ്. അപ്പോൾ അത് ശരിക്കും ഗ്ലോബൽ ഒരു പബ്ലിക് ഹെൽത്ത് മേഖല നന്നായിട്ട് അതിനെ അക്നോളജ് ചെയ്യുകയും അത് ശരിക്കും കേരളത്തിൻ്റെ ഒരു മികവാണെന്ന് പറയുകയും ചെയ്തു. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, ഒരു ഘട്ടത്തിൽ അമീബിക് മെനിഞ്ചോഎൻകെഫലൈറ്റിസ് നമ്മുടെ ഒരു വീഴ്ചയാണ് എന്നുള്ള നിലയിൽ വലിയ വാർത്തകൾ വന്നപ്പോൾ നാഷണൽ ഒരു പബ്ലിക് ഹെൽത്ത് സെക്ടറും ഇന്റർനാഷണലി അക്നോളജ്ഡ് ആയിട്ടുള്ള പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്സും പറയാൻ തുടങ്ങി, കേരളം ഈ അമീബിക് മെനിഞ്ചോഎൻകെഫലൈറ്റിസ് കണ്ടുപിടിക്കുന്നു, അവിടെ മരണനിരക്ക് കുറയുന്നു, കേരളം അതിൻ്റെ ഗൈഡ് ലൈൻ ഇഷ്യൂ ചെയ്തിരിക്കുന്നു. അപ്പം കേരളം വ്യത്യസ്തമായി ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പം ഇതങ്ങ് നിന്നു. മനസ്സിലായി.